ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സാത്താൻ്റെ പേരുകൾ ആണ്. സാത്താൻ എന്ന് 1 ദിനവൃത്താന്തം 21:1 കാണുന്നു. അരുണോദയ പുത്രനായ ശുക്ര എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 12 കാണുന്നു. ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് 2 കൊരിന്ത്യർ 4:4 പറയുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് യോഹന്നാൻ 12:31 കാണുന്നു. ആകാശത്തിൻ്റെ അധികാരി എന്ന് എഫേസ്യർക്ക് ലേഖനം 2 അധ്യായം 2 കാണുന്നു. പിശാച് എന്ന് മത്തായി 4 അധ്യായം 1, 5, 8, 11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചതിയനെന്ന് 2 കൊരിന്ത്യർ 11:3 കാണുന്നു. പരീക്ഷകൻ എന്ന് മത്തായി 4:3 കാണുന്നു. ദുഷ്ടൻ എന്ന് മത്തായി 6:13 കാണുന്നു. പോഷ്കിൻ്റെ അപ്പൻ എന്ന് യോഹന്നാൻ 8:14 കാണുന്നു. അപവാദി എന്ന് വെളിപ്പാട് പുസ്തകം 12 അധ്യായം 10 കാണുന്നു. കൊലപാതകൻ എന്ന് യോഹന്നാൻ 8:44 കാണുന്നു. ബെയേസെബൂൽ എന്ന് മത്തായി 12:24 കാണുന്നു. ബെലിയാൽ എന്ന് 2 കൊരിന്ത്യർ 6:15 കാണുന്നു. അബദോൻ എന്ന് വെളിപ്പാട് പുസ്തകം 9:11 കാണുന്നു. അഗാധ ദൂതൻ എന്ന് വെളിപ്പാട് പുസ്തകം 9:11 കാണുന്നു. അപ്പല്ലുവോൻ എന്ന് വെളിപ്പാട് പുസ്തകം 9:11 കാണുന്നു. ശത്രു എന്ന് മത്തായി 13:39 കാണുന്നു. പാതാള ഗോപുരം എന്ന് മത്തായി 16:18 കാണുന്നു. തീ നിറമുള്ള മഹാസർപ്പമെന്ന് വെളിപ്പാട് പുസ്തകം 12:3 കാണുന്നു. പോഷ്കിൻ്റെ ആത്മാവ് എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായം 22 കാണുന്നു. പഴയ പാമ്പെന്ന് വെളിപ്പാട് പുസ്തകം 12:9 കാണുന്നു. ഇരുട്ടിൻ്റെ അധികാരി എന്ന് കൊലോസ്യർക്ക് ലേഖനം 1 അധ്യായം 13 കാണുന്നു. ഭൂതങ്ങളുടെ തലവൻ എന്ന് മത്തായി 12:24 കാണുന്നു. അന്ധകാരത്തിൻ്റെ ലോകാധിപതി എന്ന് എഫേസ്യർക്ക് ലേഖനം 6 അധ്യായം 12 കാണുന്നു. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവെന്ന് എഫേസ്യർക്ക് ലേഖനം 2 അധ്യായം 2 കാണുന്നു. അശുദ്ധാത്മാവെന്ന് മത്തായി 12:43 കാണുന്നു. ദുഷ്ടൻ എന്ന മത്തായി 13:19 38 നാം കാണുന്നു. അലറുന്ന സിംഹമെന്ന് 1 പത്രോസ് 5:8 കാണുന്നു. അങ്ങനെ സാത്താൻ്റെ വിവിധ പേരുകൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.